ശ്രീ വി ആർ അനൂപ്, വളരെ ഗൗരവവും ഗുരുതരവുമായ ആരോപണങ്ങളായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒക്കെ ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഒരു നടപടി, അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ പറഞ്ഞത് MR അജിത് കുമാറിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ വിഷയങ്ങൾ പരിശോധിക്കുമെന്നാണ്. അതനുസരിച്ച് ഒരു സർക്കാർ ഉത്തരവ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ വിഷയം പരിശോധിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ അൻവറിനെ ഇന്ന് മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംസാരിച്ച ശേഷം ഈ കാര്യങ്ങളിലുള്ള അൻവറിന്റെ ഒരു കടുംപിടുത്തവും അയഞ്ഞതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അതേ ഗൗരവത്തിൽ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇന്ന് അൻവറിന്റെ കൂടിക്കാഴ്ചയിലൂടെ ഒരു ഒത്തുതീർപ്പ് സംഭവിക്കുകയാണോ ഉണ്ടായത്? അഡീഷണൽ DGP അജിത് കുമാറിനെതിരെ അതിഗുരുതരമായ നിരവധി ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചു. അതിൽ അഡീഷണൽ DGP ആളെ കൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞു, കൊല്ലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു, കവടിയാറിൽ അദ്ദേഹത്തിന് കൊട്ടാര സദൃശമായ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരിയായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അൻവർ പറഞ്ഞത് അവിടെ BJPക്ക് ജയിക്കാൻ തൃശ്ശൂർ പൂരം പോലെ ആചാരപരമായും സാംസ്കാരികമായും വളരെ പ്രധാനപ്പെട്ടൊരു ഇവൻറ്റിനെ, വിശ്വാസപരമായി കൂടി പ്രാധാന്യമുള്ള ഒന്നിനെ കരുതി കൂട്ടി അട്ടിമറിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി കേരളത്തിൻ്റെ അഡീഷണൽ DGP എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നു. വളരെ ആസൂത്രിതമായി പൂരം നടപടികൾ അദ്ദേഹം നിർത്തിവെപ്പിക്കുന്നു. അതിനകത്ത് താരതമ്യേന ജൂനിയറായ തൃശ്ശൂരിലെ SP റോളില്ല, അഡീഷണൽ DGPയുടെ ഉത്തരവനുസരിച്ചാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ അതേ സമയത്ത് തന്നെ സുരേഷ് ഗോപി അവിടെ ലാൻഡ് ചെയ്തെന്ന് പറയുന്നു. ഇത് അഡീഷണൽ DGPയുടെ അറിവോടുകൂടിയാണെന്ന് പറയുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് അൻവർ പറയുന്നത് സഖാവ് എന്ന നിലയിൽ തനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞു, സഖാവ് ചെയ്യേണ്ട ചുമതല തീർന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സമീപനമാണ് അൻവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അൻവറിനെ അങ്ങനെ കൈയൊഴിയാൻ ഞങ്ങൾ അനുവദിക്കില്ല, കേരളത്തിലെ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. വ്യക്തിപരമായി കൂടി ഒരു കാര്യം പറയാം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന അൻവർ ഉന്നയിച്ച ആരോപണം തെളിവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ പോലീസിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ഞാൻ. തീർച്ചയായും അൻവർ ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ സഖാവ് എന്ന നിലയ്ക്ക് അൻവർ ഈ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്, നിയമസഭയിലെ അംഗമാണ്. അൻവർ ഒരു ആരോപണം ഉന്നയിച്ചാൽ സ്ഫോടനാത്മകമായ ഈ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം അവിടെ നിൽക്കട്ടെ. അതായത് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു എന്ന് തുടങ്ങിയിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗൗരവ സ്വഭാവമുള്ള ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണങ്ങളിൽ ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൻവറും പറയുന്നത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, തെളിവുകൾ കൈമാറേണ്ടത് കൈമാറിയിട്ടുണ്ട്, ഇനി അന്വേഷണ സംഘം ചോദിച്ചാൽ കൈമാറാൻ തയ്യാറാണ്. അപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ ആ വഴിക്ക് പോകട്ടെ എന്ന് അൻവർ പറഞ്ഞതിനെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മുഖവിലേക്ക് എടുക്കാത്തത്? ഈ അന്വേഷണം ഒരു പ്രഹസനമാണ് എന്നാണോ പ്രതിപക്ഷം സംശയിക്കുന്നത്? തീർച്ചയായും അൻവറിന്റെ ശരീരഭാഷ വളരെ വ്യക്തമല്ലേ. ഇന്നലെ സൈബർ ഇടങ്ങളിൽ ഇടത് സഹയാത്രികരൊക്കെ അൻവറിന് വലിയ രക്ഷക പരിവേഷത്തോടുകൂടി ആഘോഷിച്ചെങ്കിൽ ഇന്ന് അൻവർ പറയുന്നതാരാ? എൻ്റെ പിന്നിൽ ആരുമില്ല, ദൈവം മാത്രമാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അൻവർ വളരെ നിസ്സഹായനായി ദൈവത്തിൽ ശരണം പ്രാപിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലി ആ ഇൻസിഡന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അൻവർ ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ അപ്രധാനമാണ് എന്നല്ല. അൻവർ ഉന്നയിച്ച അതിഗുരുതരമായ നിരവധി ആരോപണങ്ങളുണ്ട്, ആളെ കൊല്ലിച്ചതടക്കം. ഇത് അൻവറിനെ പോലൊരാൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളുടെ കയ്യടി വാങ്ങിച്ച്
അല്ലെങ്കിൽ അത് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ച് സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ മാറി നിൽക്കാമെന്ന് കരുതണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത്. അൻവർ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ അറിവുള്ള ആളെന്നുള്ള നിലയ്ക്ക് അൻവറിന്റെ ഉത്തരവാദിത്വം അവിടെ നീങ്ങുന്നില്ല. സഖാവ് എന്നുള്ള നിലയ്ക്ക് അൻവറിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അൻവറിന് പറയാൻ കഴിയില്ല. ഇവിടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്തരം വിവരങ്ങൾ അറിയുന്ന ആൾക്ക് സഖാവ് എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തമല്ല. അൻവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തൊരു MLA ആണ്. അൻവറിന്റെ ഉത്തരവാദിത്തം തുടങ്ങുന്നേ ഉള്ളൂ. അൻവർ ഇത്തരത്തിലൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഈ ഒരു കേസിൽ അൻവർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൊടുത്താൽ അൻവർ അവിടെ സാക്ഷിയായി വരേണ്ടി വരും. അൻവറിന്റെ ഉത്തരവാദിത്തം തുടങ്ങുന്നേ ഉള്ളൂ. ഓരോ വിഷയത്തിലും എണ്ണി അൻവറിനെയും അൻവറിന്റെ നിയമസഭയിൽ അൻവറിന്റെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ നിർത്താൻ കേരളത്തിലെ പ്രതിപക്ഷം നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.